ആരാ? ആരെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് പുതിയമ്പിള്ള, വിക്രമരാജാവല്ലേ? എന്ത് വേണം? കാണാല, ഒന്ന് സംസാരിക്കണം. എവിടുന്നാ പറഞ്ഞേ? കൊട്ടാരത്തിന്ന. മഹാറാണിയുടെ പുതിയ ഡ്രൈവറാണ്. ഓഹോ. എന്താ ചാരയം വേണമെന്നുണ്ടോ? അല്ല, കഞ്ചാവ്. അപ്പോ ദുശീലങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല. കൊള്ളാവുന്നവനെന്ന് അർത്ഥം. അതെ, ഇപ്പൊ എന്താ വേണ്ടേ? പേടിക്കാതെ പറഞ്ഞോളൂ കേട്ടോ. മഹാറാണിയുടെ സ്വത്തിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. ഓഹോ. അമ്മായി സ്വത്തൊന്നും എനിക്ക് തരില്ല എന്നും പറഞ്ഞ് കൊട്ടാരത്തിൽ എന്നെ പിടിച്ച് പുറത്താക്കിയതല്ലേ? അതെനിക്കറിയാം. പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നേ? സ്വത്തിന്റെ ഒരു നല്ല ഭാഗം വിക്രമൻ തമ്പുരാന് കിട്ടാൻ ചില മാർഗങ്ങളുണ്ട്. ഇപ്പോ പണത്തിന് എനിക്കത്ര അത്യാവശ്യമൊന്നും ഇല്ല. ജലജ എന്ന് പേരുള്ളൊരു സ്ത്രീയാണ് എന്റെ എല്ലാ ചെലവും നടത്തി തരുന്നത്. പിന്നെ വലിയ വലിയ ഹോട്ടലുകളിൽ ഒരു കൂട്ടം നൃത്തം നടത്തില്ലേ? നഗ്ന നൃത്തം. സാധാരണ പേര് കണ്ടിട്ടുണ്ടോ? പിള്ള തനി ശുദ്ധം തന്നെ. കാണേണ്ടതാ. നല്ല ഹര. അതിന് പിൻപാട്ട് പാടലാണ് ജലജയുടെ ജോലി. കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇനി പാതി വെച്ചാ വരിക. എന്നാലും എന്നോടുള്ള സ്നേഹത്തിൽ ഒരു കുറവില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാ. എന്നാലും 25 ലക്ഷം രൂപ തമ്പുരാന് കിട്ടത്തക്ക ഒരു വഴി ഞാൻ ഉണ്ടാക്കിയാലും. ഇനിയിപ്പോ വേണ്ടാന്ന് പറയണേലും അവളോടൊന്ന് ചോദിക്കണേ. അവളിവിടുന്ന് വന്നോട്ടെ. അവരെങ്ങനെ? പണം കിട്ടിയാൽ തരക്കേടില്ല എന്ന തരക്കാരിയാണോ ആവോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണാ തോന്നണേ. എപ്പോഴും പണമില്ല പണമില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മിസ് ജലജയെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവളോട് പറയൂ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞ് അയച്ചെന്ന്. ജലജ എന്താ പറയണോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. തല എത്തിയോ? തന്നെ എത്തുള്ളൂ കേട്ടോ. അയ്യോ എന്റെ കോളാമ്പി. അപ്പോ ഇവിടെ സുഖമായി കൂടിക്കോളൂ. ഇനി എല്ലാം നിന്റെ കയ്യിലാണ് വെച്ചേ. ഇവിടത്തെ കാര്യമല്ല, അങ്ങ് കൊട്ടാരത്തിലെ കാര്യമാണ്. മിടുക്കിയാണെന്ന് എനിക്കറിയാം. സുന്ദരിയാണോ? അവൾ മിടുക്കിയോ ആയിരിക്കും. ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ജോലി ചെയ്യാൻ കിടക്കാണ്. ക്ഷീണിക്കണ്ട കേട്ടോ.